ഈ ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അഥവാ മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പകലിലാണ് നമ്മളുള്ളത്. അത്ഭുതം നിറഞ്ഞ 3 കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. ഒന്നാമത്തേത്, പെട്ടെന്ന് മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലുസ്താദെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാവൽ ലഭിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കുള്ളൊരു ദുആയുണ്ട്, അതിമനോഹരമായൊരു പ്രാർത്ഥന. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന കൂടെ പഠിപ്പിക്കട്ടെ. ഇത് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച അതിമനോഹരമായൊരു ദുആയാണ്. ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഓരോ ദിവസവും മനോഹരമായി തീരും. ഇന്നത് ചൊല്ലിയാൽ ഒരു കൊല്ലം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. നിങ്ങൾക്കിങ്ങനെ ആസ്വദിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അതിമനോഹരമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ മദ്ഹബിൻ്റെ ഇമാമാണ്, വലിയ മഹാനാണ്. ആ മഹാനായ ഷാഫി ഇമാം ചൊല്ലിയ അതിസുന്ദരമായൊരു സ്വലാത്ത് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആ സ്വലാത്ത് മുത്തുനബിയുടെ ഇഷ്ടം നമുക്ക് വാങ്ങിത്തരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഞാനത് അന്വർത്ഥമാക്കുമെന്ന ബോധ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങളും കേൾക്കുക. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ കൃത്യമായി കൊണ്ടു നടക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഇരു ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? ഈ കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, മുഹറത്തിലെ ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നോ അതുപോലെ ഇരിക്കും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ. ഈ വെള്ളിയാഴ്ച അനുകൂലമായാൽ രക്ഷപ്പെട്ടു. അനുകൂലമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഒരു സദസ്സിലിരുന്ന് ഈ പ്രഭാതവേളയിൽ മനസ്സറിഞ്ഞ് ചുണ്ടത്തൊരു പുഞ്ചിരി വിരിഞ്ഞ് ഒരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ചില കമൻസ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ഉസ്താദ് പറഞ്ഞല്ലോ, ചില ആളുകളൊക്കെ ഹംദ് പറഞ്ഞിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടായി എന്ന്. ഞങ്ങൾക്കും അങ്ങനെ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. മാറ്റമുണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരിക്കലും സങ്കടങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നുമല്ല. ചിലപ്പോൾ പടച്ചോൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? ഹംദ് പറയാത്തത് കൊണ്ടാണോ? അല്ലല്ലല്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും ഹംദ് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും. എത്ര വലിയ പ്രയാസം നിങ്ങളുടെ മുമ്പിൽ കൂടെ നിറഞ്ഞാടുമ്പോഴും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും. അൽഹംദുലില്ലാ, എൻ്റെ നാഥൻ തന്നതാണിത്. നിങ്ങൾ പൊട്ടിക്കറയില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കില്ല, നിങ്ങൾക്ക് മാനസിക പ്രയാസം ഉണ്ടാവില്ല. എന്ത് പ്രയാസം വന്നാലും അതൊക്കെ സിമ്പിൾ, മിൻ ഇൻദില്ലാ, എൻ്റെ റബ്ബിൽ നിന്നാണ്, അൽഹംദുലില്ലാ എന്ന് പറയാനുള്ളൊരു തൗഫീക്ക് നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ ആ ഹംദ് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ മാറ്റി അള്ളാഹു നിങ്ങൾക്ക് അടിപൊളി ലൈഫ് തരും ഇൻഷാ അല്ലാഹ്. ഹംദ് പറയാനുള്ള തൗഫീക്ക് കിട്ടിയാൽ മതി, ലൈഫ് അടിപൊളിയാവും. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും, പ്രയാസങ്ങളുണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഹംദ് പറയാനുള്ളൊരു ക്വാളിറ്റി നിങ്ങളിലുണ്ടെങ്കിലേ നിങ്ങൾക്കൊരിക്കലും സങ്കടം വരില്ല. എന്ത് രോഗമാണെങ്കിലും അൽഹംദുലില്ലാ എൻ്റെ റബ്ബിന് എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന ഒരു മൈൻഡിലേക്ക് നിങ്ങൾ എത്തും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം കേട്ടോ. ഹംദ് പറഞ്ഞ് പഠിക്കണം. ഏത് പ്രയാസത്തിലും നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ആലമീൻ താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കൊല്ലം എങ്ങനെയാകണം? ഈ വെള്ളിയാഴ്ച നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് അതിമനോഹരമായൊരു കൊല്ലത്തെ വരവേൽക്കാൻ പറ്റും. അതിമനോഹരമായൊരു കൊല്ലം. അതായത് നമ്മളിന്ന് പഠിക്കുന്ന ഒരു ദുആയുണ്ട്, അതുപോലെ തന്നെ ഒരു സ്വലാത്തുണ്ട്, നമ്മുടെ ഈമാൻ സലാമത്താകാൻ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ഈ 3 കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇന്ന് നമ്മൾ ചൊല്ലിയാൽ ഒരു ദിവസം മനോഹരമാകും. ഓരോ ദിവസം ഇങ്ങനെ പതിവാക്കി കൊണ്ടുവന്നാൽ ഒരാഴ്ച മനോഹരമാകും. ഒരു ആഴ്ച മനോഹരമായാൽ ഒരു മാസം അടിപൊളിയാവും. ഒരു മാസം അടിപൊളിയായാൽ ഒരു കൊല്ലം സുന്ദരമാവും. അങ്ങനെ ഈ ദിക്ർ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ നമ്മളൊന്ന് പതിവാക്കിയാൽ, ചെറിയൊരു ദുആയാണ്, നമുക്ക് ചിരിക്കാൻ പറ്റും, നമുക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റും. ഒരു കൊല്ലം പിന്നെ നിങ്ങളെ പ്രയാസങ്ങൾ തൊടില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും വെള്ളിയാഴ്ച ഈ കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. കൂടുതൽ നമ്മൾ പരിഗണിക്കണം അല്ലേ? വെള്ളിയാഴ്ച ദിവസം അത് ആഴ്ചകളുടെ ദിവസങ്ങളുടെ രാജാവാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങളുടെ നേതാവാണ്, സയ്യിദുൽ അയ്യാം ഇല്ലേ? ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ സുന്നത്തുകൾ കൊണ്ട് ഈ വെള്ളിയാഴ്ചയെ ഹയാത്താക്കണം. കുളിക്കാറില്ലേ വെള്ളിയാഴ്ച? ഇല്ലേ?
പിന്നെ ഇല്ലേ എന്നാലേ ആ കുളി പോലും നമുക്ക് കൂലി കിട്ടുന്ന കുളിയാക്കാം ഇല്ലേ? ജുമാ ദിവസത്തെ കുളി സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ അവിടെ ഒരു സുന്നത്ത് കിട്ടി. അതുപോലെ തന്നെ നഖം മുറിക്കുക, രോമം നീക്കുക, ഇതൊക്കെ ചെയ്യുക സുന്നത്താണെന്നുള്ള നെയ്യത്തോടെ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര പ്രതിഫലമാണ് ഇല്ലേ? എൻ്റെ സുന്നത്ത് എന്നെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ എന്നോടൊപ്പമാണ് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഖം മുറിച്ച് മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പോവുക ആ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകാൻ പരമാവധി ശ്രമിക്കുക, സുന്നത്തായൊരു കാര്യമല്ലേ? ഇനിയിപ്പോൾ വാഹനമാണ് എല്ലാവർക്കും അല്ലേ? അടുത്ത പള്ളിവരൊക്കെ ആണെങ്കിൽ ഒന്ന് നടന്നൊക്കെ പോകും, അതിന് ഭയങ്കര കൂലിയാണ്, ഓരോ ചവിട്ടടിക്കും പുണ്യമുണ്ട്. സ്ത്രീകൾ അവർ വീട്ടിൽ ളുഹർ നിസ്കരിക്കുക, അവർക്ക് അതാണ് ശ്രേഷ്ഠതയുള്ളത്. ഇനി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. സൂറത്തുൽ കഹ്ഫ് അത് നമുക്ക് വലിയ കാവലാണ്, ദജ്ജാലിൽ നിന്ന് പോലും കാവലാണെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിൻ്റെ പ്രത്യേകത എന്താ? ഖബറിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരും, ഖബറിൽ പ്രൊട്ടക്ഷൻ തരും, ഖബറിൽ കാവലാണ്. അദാബുകൾ വരുമ്പോൾ പരിച പോലെ തടുത്ത് നിൽക്കും സൂറത്തുൽ മുൽക്ക്. അത് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുക. ഇനി പ്രധാനപ്പെട്ടൊരു വിഷയം ദുആ. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ആയുധമാണ് ദുആ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിപൊളി ദുആ ഉണ്ട്. അടിപൊളി ദുആ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ദുആ, അത്ര മനോഹരമായൊരു ദുആ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ ഉണ്ടെങ്കിലും ഇതിന് വലിയ പ്രത്യേകതയുണ്ട് എന്നാണ്. അത്ര പ്രത്യേകതയുണ്ട്. അങ്ങനെ ചിന്തിച്ചു പോകുമാർ വലിയ മഹത്വമുള്ളൊരു ദുആയാണിത്. ഇതാരാ പഠിപ്പിക്കുന്നത്? മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. നമ്മൾ ഹദ്ദാദ് റാത്തീബൊക്കെ ഓതുമ്പോൾ ആ മഹാൻ നമ്മൾ അനുസ്മരിക്കൂലേ? ഇമാം ഹദ്ദാദ്, ആ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചേർത്തിയിട്ടാണ് നമ്മൾ ആ ദിക്റിന് ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്. ആ ഇമാം പഠിപ്പിച്ചു കൊടുക്കുന്നൊരു ദുആയാണ്. ആർക്കാണിത് പഠിപ്പിച്ചു കൊടുത്തത്? ഹബീബ് അഹ്മദ് ബിൻ സൈൻ അൽ ഹബ്ഷി എന്ന് പറയുന്ന മഹാനവർഗളുടെ ശിഷ്യനാണ്. ശിഷ്യൻ മോശമായ ആളൊന്നുമല്ല. ഇത് ഡെയിലി ഹദ്ദാദ് പതിവാക്കുന്ന, ഡെയിലി വിർദുൽ ലത്തീഫ് ചൊല്ലുന്ന, ഡെയിലി വലിയ മനോഹരമായ അദ്കാറുകൾ പതിവാക്കുന്ന വലിയ സ്വാലിഹായ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കണേ. അപ്പോൾ ആ മഹാന് പോലും പഠിപ്പിച്ചു കൊടുത്ത അത്ര മനോഹരമായൊരു ദുആയാണ്. ഈ ദുആ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട്, അതുപോലെ മഗ്രിബ് കഴിഞ്ഞിട്ട് ഒരു തവണ മനസ്സറിഞ്ഞു ചൊല്ലിയാൽ മതി. എത്ര തവണ? ഒരു തവണ. ഒന്നുകിൽ നിങ്ങളുടെ ദുആയിനോടൊപ്പം ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹദ്ദാദ് ഓതുമ്പോൾ ഹദ്ദാദിൻ്റെ ദുആയുടെ കൂടെ ഇത് ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഈ ദുആ മാത്രമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം. ഇപ്പോൾ ദേ സുബ്ഹിയെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സമയം നമുക്കൊന്ന് ചൊല്ലണം. എന്തൊരു പ്രത്യേകതയുള്ള ദുആ എന്നറിയത്? ആ ദുആൻ്റെ അർത്ഥം നമുക്കൊന്ന് പഠിക്കണം. അത് മഹാന്മാർ പറയുന്നുണ്ട്. ഈ ദുആൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് മോനെ നീ എങ്ങനെയാണോ ചൊല്ലാതിരിക്കണത്? ഇത് രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിവസം അടിപൊളിയാവും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിനക്ക് സന്തോഷവും സമാധാനവും ഹാപ്പിനെസ്സും നിനക്ക് ലഭിക്കും. ഇന്ന് ചൊല്ലിയാൽ ഇന്ന് ഹാപ്പിനെസ്, നാളെ ചൊല്ലിയാൽ നാളെ ഹാപ്പിനെസ്, മറ്റന്നാൾ ചൊല്ലിയാൽ അങ്ങനെ ഓരോ ദിവസവും ക്ലിയർ ആകുമ്പോൾ ഒരാഴ്ച സന്തോഷം, അടുത്ത ആഴ്ച ഇതുപോലെ ആകുമ്പോൾ, അങ്ങനെ ഓരോ ആഴ്ചകളാകുമ്പോൾ ഒരു മാസം മുഴുവൻ സന്തോഷം, ഓരോ മാസങ്ങളും ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ ഒരു കൊല്ലം മുഴുവൻ സന്തോഷം. അങ്ങനെ ഒരു കൊല്ലം അടിപൊളിയാക്കാൻ ഈ ദുആ മതി എന്നാണ്. ചൊല്ലുമോ നിങ്ങൾ? ചൊല്ലുമോ? ഏതാണ് ആ ദുആ എന്നൊന്ന് പഠിച്ചു നോക്കിയേ. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم يا من ختمت النبوة والرسالة بسيدنا محمد صلى الله عليه وعلى آله وسلم. اختم يومي بخير وشهري بخير وسنتي بخير وعمري بخير إنك على كل شيء قدير. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. ഈ ഒരൊറ്റ ദുആ ഇന്നേ നിങ്ങൾ ചൊല്ലിയുള്ളൂ എന്ന് വെക്കുക. എന്താ ആ ദുആയിൽ പറയണമെന്ന് നോക്കിയേ. സുബ്ഹാനല്ലാഹ്. ആദ്യം ഹംദ് പറഞ്ഞു, പിന്നെ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി, എന്നിട്ടോ അല്ലാഹുമ്മ അല്ലാഹുവേ യാ മൻ ഖതംത നുബുവത വർ-റിസാലത ബിസയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നുബുവത്തിനും റിസാലത്തിനും അന്ത്യം കുറിച്ച അല്ലാഹുവേ, പിന്നൊരു നബിയില്ല, പിന്നൊരു റസൂലില്ല. മുത്തുനബിയാണ് ലാസ്റ്റ് നബിയും റസൂലും. അതിനുശേഷം ഒരു നബിയില്ല. ആ മുത്തുനബിയിലൂടെ റിസാലത്തിനും നുബുവത്തിനും അന്ത്യം കുറിച്ച അല്ലാഹുവേ, എൻ്റെ ദിനം, അതായത് ഇന്നത്തെ ദിനം, എൻ്റെ മാസം, എൻ്റെ കൊല്ലം, എൻ്റെ ആയുസ് എന്നിവയ്ക്ക് ഹൈറായ പര്യവസാനം കുറിക്കണേയല്ല. ഇന്നത്തെ ദിവസം സന്തോഷകരമായിരിക്കണേയല്ല. വരുന്ന ആഴ്ച സന്തോഷകരമായിരിക്കണേയല്ല.
വരുന്ന മാസം സന്തോഷകരമായിരിക്കണേ അല്ല, വരുന്നൊരു കൊല്ലം അടിപൊളി സന്തോഷകരമാക്കി തീർക്കണേ അല്ല. കണ്ടോ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എൻ്റെ ആയുസ് മുഴുവൻ നീ സന്തോഷത്തിലാക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ തമ്പുരാനെ. എന്നിട്ട് വസല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ് മുത്തുനബിക്ക് സ്വലാത്ത് ചെല്ലുകയാണ്. ആശയം മനസ്സിലായില്ല? ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞാൽ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നുബൂവത്തിനും റിസാലത്തിനും അന്ത്യം കുറിച്ചവനെ, എൻ്റെ ദിവസവും എൻ്റെ മാസവും എൻ്റെ കൊല്ലവും എൻ്റെ ആയുസ് തന്നെയും അതിൻ്റെയൊക്കെ അന്ത്യം നീ ഖൈറിലാക്കണേ അല്ല. നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ തമ്പുരാനെ. മനസ്സറിഞ്ഞൊരിക്കൽ കൂടെ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിയേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم يا من ختمت النبوة والرسالة بسيدنا محمد صلى الله عليه وعلى آله وسلم، اختم يومي بخير وشهري بخير وسنتي بخير وعمري بخير، إنك على كل شيء قدير. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم، والحمد لله رب العالمين. അപ്പോൾ ഇന്ന് പതിവാക്കൂലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പം നമ്മൾ ചൊല്ലി മനസ്സറിഞ്ഞ് സുബഹുലേറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലി നോക്കിക്കേ. ജീവിതം അടിപൊളിയോ, ജീവിതം അതിമനോഹരാകും. ചൊല്ലൂലേ? നമുക്ക് ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വേണമെങ്കിൽ നമ്മുടെ ഒരു ദിവസം അടിപൊളിയാകണം, ഒരാഴ്ചയും ഒരു മാസവും ഒരു കൊല്ലമൊക്കെ അടിപൊളിയാകണം, നമ്മുടെ ആയുസ് തന്നെ ബർക്കത്തിലാകണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ചൊല്ലിയാൽ മതി, ഇല്ലെങ്കിൽ ചൊല്ലണ്ട കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി വെള്ളിയാഴ്ച ദിവസം പതിവാക്കേണ്ട മറ്റൊരു കാര്യം സ്വലാത്താണ്. മുത്തുനബിയുടെ മേൽ സ്വലാത്ത്. ഇന്നലെ നമ്മൾ സ്വലാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് വൈകാരികമായിപ്പോയി. അഷ്റഫുൽ ഖൽഖല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ളത് ഇല്ലേ? ആ മുത്തുനബിയുടെ തിരുനോട്ടം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ സദസ്സിൽ ഒരുപാട് പേരുടെ ഹൃദയം പൊട്ടിപ്പോയിട്ടുണ്ട്, മുത്തുനബി ഓർത്ത് കരഞ്ഞവരുണ്ട്. യാ അല്ലാഹ്, ആ കരഞ്ഞ ഹൃദയത്തിലേക്ക് മുത്തുനബിയാൽ നോക്കപ്പെടുന്ന അവസ്ഥ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പതിവാക്കേണ്ട ഒരു സ്വലാത്ത് ഇന്ന് പഠിപ്പിക്കണം. എന്ത് സ്വലാത്തായിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്തൊക്കെ ചൊല്ലാം. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, നമുക്കറിയുന്ന സ്വലാത്തില്ലല്ലോ. ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പതിവാക്കിയൊരു സ്വലാത്താണ്. ഷാഫിഈ ഇമാമ് പതിവാക്കും എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹാൻ, ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിൻ്റെ ഉപജ്ഞാതാവാണ്. അത്ര വലിയ മഹാൻ പോലും പതിവാക്കിയിരുന്നൊരു സ്വലാത്ത് എന്ന് പറയുമ്പോൾ അതെത്ര അത്ഭുതകരമായൊരു സ്വലാത്താണ്. ആ സ്വലാത്ത് കൊണ്ട് വലിയ സ്ഥാനം പോലും നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച സ്വലാത്ത് വലിയ സുന്നത്തുണ്ട് ഇല്ലേ? ഒരു സ്വലാത്തിൻ്റെ കൂലി എന്താണ്? 10 പ്രതിഫലങ്ങൾ ലഭിക്കും, 10 സ്ഥാനങ്ങൾ ഉയരും, 10 പാപങ്ങൾ അള്ളാഹു പൊറുക്കും. ഏറ്റവും ചുരുങ്ങിയതാണ്. മറ്റൊരു ഹദീസിൽ 700 പ്രതിഫലം ഉണ്ട് എന്നാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴോ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം അല്ലേ? മുത്തുനബി നേരിട്ട് നോക്കും എന്നാണ് പറഞ്ഞത് വെള്ളിയാഴ്ച സ്വലാത്തിൽ എന്നവരെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. ഏതാണ് ആ സ്വലാത്ത് നോക്കിയേ. اللهم صل على محمد كلما ذكرك الذاكرون وصل على محمد وعلى آل محمد كلما غفل عن ذكره الغافلون. രണ്ട് പ്രാവശ്യം കൂടെ. اللهم صل على محمد كلما ذكرك الذاكرون وصل على محمد وعلى آل محمد كلما غفل عن ذكره الغافلون. اللهم صل على محمد كلما ذكرك الذاكرون وصل على محمد وعلى آل محمد كلما غفل عن ذكره الغافلون. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സ്വലാത്തിലൂടെ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കാൻ, ആ ഹബീബാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നൊരു കാര്യം, നിങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കണില്ലേ? വേഗം മരിക്കണം എന്ന് ആരെങ്കിലും കുതിക്കണുണ്ടോ? നമ്മളത്ര വലിയ ഔലിയാക്കളൊന്നുമില്ല അല്ലേ? നമ്മുടെ കയ്യിൽ അമലുകളൊന്നുമില്ല. മാത്രമല്ല ചിലപ്പോൾ നമ്മൾ മക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കും,
എപ്പോഴാണെങ്കിലും മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഒരുങ്ങാൻ കഴിയാത്തവണ്ണം പെട്ടെന്ന് റൂഹ് പിടിച്ചു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം അവസ്ഥകളൊക്കെ പേടിക്കേണ്ടതാണ്. നമുക്കൊന്നൊന്നും ഒരുങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ പെട്ടെന്നുള്ള മരണമില്ലാതിരിക്കാൻ ഈ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം മഗ്‌രിബിന് മുമ്പായി ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, ഒരു ദുആയുണ്ട്. ആ ദുആ കൂടെ ധാരാളം നമ്മൾ ചൊല്ലുക. ഓരോ വക്ത് നിസ്കാരങ്ങൾക്കിടയിലാകട്ടെ, ഇനി അല്ലാതെ ആകട്ടെ, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആ ദുആ ധാരാളം കടന്നു വരിക. അത് ഇമാമിങ്ങളൊക്കെ ചൊല്ലുന്നൊരു ദുആയാണ്. എന്താണ് ആ ദുആ നോക്കിയേ? അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ ഫീ ലൈലത്തിൽ ജുമുഅ ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. ഇത് വെള്ളിയാഴ്ച രാത്രിയൊക്കെ, വ്യാഴാഴ്ച രാത്രിയൊക്കെ പതിവാക്കേണ്ട, അതായത് വെള്ളിയാഴ്ച രാവിലെ പോലും പതിവാക്കേണ്ട ഒരു ദുആയാണ്. വെള്ളിയാഴ്ച രാവ് മുതൽ വെള്ളിയാഴ്ചയുടെ മഗ്‌രിബിന് മുൻപായി കൊണ്ടുവരെ നമുക്കിതിനുള്ള സമയമുണ്ട്. ധാരാളം ചൊല്ലുക. എന്താണ് ആ ദുആയുടെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിന അലൽ കിതാബി വസ്സുന്ന, പടച്ചോനെ നിൻ്റെ ഖുർആനിലും ഹബീബായ തങ്ങളുടെ ചര്യയും അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, ഈമാനോടുകൂടെ പശ്ചാത്താപ മനസ്സോടുകൂടെ മരണപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഫീ ലൈലത്തിൽ ജുമുഅ, ഒന്നുകിൽ ജുമുഅയുടെ രാത്രിയിൽ, അതായത് വെള്ളിയാഴ്ച രാവിൽ, ഔ ഫീ നഹാരിഹ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ പകലിൽ, യാ റബ്ബൽ ആലമീൻ. ഉണ്ടോ? എത്ര ഹൃദ്യമായ പ്രാർത്ഥനയാണ്. വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ മരിക്കുന്ന ഈമാനുള്ളവർക്ക് ഖബറിൽ പോലും ചോദ്യമില്ല, ഖബർ തൊടില്ല എന്നാണ്. ഈമാനുള്ളവർക്ക് ഇന്ന് പ്രത്യേകം കോട്ട് ചെയ്ത് വായിക്കണം കേട്ടോ. വെള്ളിയാഴ്ച മരിച്ചവരെല്ലാവരും സ്വർഗ്ഗത്തിലാണെന്നല്ല, ഈമാനുള്ളവർക്ക് വലിയ പദവി, വലിയ പവർ അതിലുണ്ട് എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മുക്തി നൽകട്ടെ. 3 കാര്യങ്ങൾ പഠിച്ചു. ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ദുആ നമ്മൾ ഇന്ന് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സും മുഴുവനും അള്ളാഹു ഖൈർ തരും. രണ്ടാമത്തേതെന്താ? മനോഹരമായ സ്വലാത്താണ്. ചൊല്ലിക്കോ, മുത്തുനബി കൈപിടിക്കും. മൂന്നാമത്തേത് പെട്ടെന്ന് മരിക്കാതിരിക്കാൻ, ഈമാനോടുകൂടെ മരിക്കാൻ, തൗബയോടുകൂടെ മരിക്കാനുള്ള ഒരു ദുആയാണ്. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ സമയമുണ്ട്. മനസ്സറിഞ്ഞ് ദുആ ചെയ്തോ. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ 7:30 മണിക്കുള്ള മജ്‌ലിസ് മറക്കണ്ട. എല്ലാ ദിവസവും മുടങ്ങാതെ അതിൽ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് തിരഞ്ഞെടുപ്പ് വരുന്ന ആശുറ ദിനത്തിലാണ്. നമ്മൾ തിരഞ്ഞെടുപ്പൊന്നുമല്ല, ഈ പറയുന്ന മുഹറമിലെ രാവുകളിലൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. അള്ളാഹു നബിമാർക്ക് പോലും മോചനം നൽകിയ രാവിൽ നമ്മളെ പടച്ചവൻ കൈവിടൂല എന്നുള്ള പ്രതീക്ഷയോടുകൂടെ സദസ്സുകളിലൊക്കെ പങ്കെടുത്ത് ആമീൻ പറയാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണല്ലേ. ആമിന ഉമ്മ വഫാത്താകുമ്പോൾ മുത്തുനബിക്ക് എത്ര വയസ്സുണ്ട് എന്നാണ്. എത്ര വയസ്സുണ്ട്? 6 വയസ്സാണ് എൻ്റെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കിയേ, അവിടെ നിന്ന് വളർന്നപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ട്. ഖദീജ അവിടുത്തേക്ക് ഉമ്മയും ബാപ്പയും സഹോദരനും സഹോദരിയൊക്കെ ആയിരുന്നു. എന്തൊരു ലൈഫാല്ലേ ഖദീജ ബീവിയുടെ മുത്തുനബിയുടെ ഒക്കെ. അങ്ങനെ ജീവിക്കണം, അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം. അല്ലാഹ് സലാം പറഞ്ഞൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. മുത്തുനബിയുടെ സന്തോഷം മാത്രമാണ് ഖദീജയുടെ ലക്ഷ്യം. തിരിച്ചു അങ്ങനെ അല്ലേ? എന്ത് ഹാപ്പിയസ് ലൈഫാണത്. അള്ളാഹു അതുപോലെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ആദ്യത്തെ റസൂൽ ആരാണ്? ആദ്യത്തെ റസൂൽ ആരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا ربنا ഈ വെള്ളിയാഴ്ച ദിവസം മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നിന്നെ സ്തുതിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്തത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്.
നീ ഖായിബാക്കല്ലേ അല്ലാ, നീ തട്ടിക്കളയല്ലേ അല്ലാ, നിന്റെ മുന്നിലല്ലാതെ കൈ ഉയർത്തേണ്ട ഗതികേട് നീ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കമൻസിൽ ദുആ ടൈപ്പ് ചെയ്തു വെച്ചവർ, അവരുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവരുണ്ട് റബ്ബനാ, ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ. അസുഖബാധിതർക്ക് ശമനം നൽകണേ അല്ലാ, കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ, സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, എല്ലാവിധ എക്സാമുകളിലും വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, ഇനിയും സെലക്ഷൻ ലഭിച്ചിട്ടില്ലാത്തവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. പ്രവാസികൾക്ക് ഹൈർ നൽകണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ തമ്പുരാനെ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, കടബാധ്യതകൾ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നീ നൽകണേ അല്ലാ. ഹൈറായ ഭവനം നീ നൽകണേ അല്ലാ. ഹൈറായ ഇണക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, പ്രായം ചെന്നവർ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. പടച്ചവനെ, അങ്ങ് ലക്ഷദ്വീപിൽ നിന്ന് പോലും ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലൈവായി കാണുന്നവരുണ്ട്. പടച്ചവനെ, എല്ലാവർക്കും നീ അനുഗ്രഹം വർഷിക്കണേ അല്ലാ. ഈ സദസ്സിനെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിന്റെ പിന്നണി പ്രവർത്തകരടക്കം എല്ലാവർക്കും ബറക്കത്ത് ചൊരിയണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.